അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. അപ്പൊ നമ്മുടെ LGSന്റെ എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ 60 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻസ് 184/2023 അതിലെ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 42-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 73-ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 86-ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ് 44-ാം ഭരണഘടനാ ഭേദഗതി? ഇയർ പഠിച്ചു വെച്ചേക്കുക, 1978. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സ്വത്തവകാശം എങ്ങനെയുള്ള അവകാശമാണ്? നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 300A ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ഇത്രയൊന്നും അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. 42-ാം ഭേദഗതിക്ക് മറ്റൊരു പേരുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. 1976-ലേതാണ് കേട്ടോ. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് ഏത്? 73 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. അത് നിലവിൽ വന്നതിന് ശേഷം, ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും. ആനുകാലികമാണ്. ഏതാണ്? മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ് ആണ്. അടുത്തത് 86-ാം ഭരണഘടനാ ഭേദഗതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 21A പറഞ്ഞിരുന്നു, വിദ്യാഭ്യാസ അവകാശം അല്ലെ, അതിന്റെ കാര്യം പറഞ്ഞിരുന്നു. 86-ാം ഭരണഘടനാ ഭേദഗതി 2002 പ്രകാരം അല്ലെ നമ്മൾ പറഞ്ഞായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യം. വിദ്യാഭ്യാസം 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ ഭേദഗതിയാണ് 86-ാം ഭരണഘടനാ ഭേദഗതി 2002. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഓപ്ഷൻ എ ജില്ലാ കോടതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി സബ് കോടതി, ഓപ്ഷൻ ഡി ഹൈക്കോടതി. ഏതാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. നമുക്കറിയാം, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ് അല്ലെ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്തത് മുനിസിഫ് കോടതിയാണ് അല്ലെ. ഇനി നമ്മളോട് ചോദിക്കാവുന്ന ആനുകാലിക ചോദ്യമാണ്, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി. അതുപോലെ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായിട്ട് ലൈബ്രറി നിലവിൽ വരുന്ന കോടതി എവിടെയാണ്? പത്തനംതിട്ടയാണ്. എവിടെയാണ്? പത്തനംതിട്ടയാണ്. ഇനി ശിശു സൗഹൃദ കോടതി ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ്. ഏതാണ്? എറണാകുളം. ഇതെല്ലാം ആനുകാലികത്തിന്റെ ഭാഗത്ത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 28-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 4A, ഭാഗം 4, ഭാഗം 3A, ഭാഗം 1. ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A-യിലാണ്. അങ്ങനെയെങ്കിൽ ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ. നിർദ്ദേശക തത്വങ്ങളാണ്. 3 മൗലിക അവകാശങ്ങളാണ്. 2 പൗരത്വമാണ്.
പൗരത്വം ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയൊന്നും അല്ല, മൗലികാവകാശങ്ങളും മൗലിക കടമകളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 14, ഓപ്ഷൻ ബി അനുച്ഛേദം 19, ഓപ്ഷൻ സി അനുച്ഛേദം 15, ഓപ്ഷൻ ഡി അനുച്ഛേദം 17. ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതിലാണ്? അനുച്ഛേദം 19 ആണ്. അനുച്ഛേദം 14 എന്താണ്? നിയമസമത്വമാണ്. സമത്വമാണ്. ഇനി അനുച്ഛേദം 15 ആണെങ്കിലോ ജാതി, മതം, വർഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. അനുച്ഛേദം 17 ആണെങ്കിലോ അയിത്ത നിർമാർജനം ആണ്. അല്ലെ, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി വന്നതാണ് അനുച്ഛേദം 17 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ നവംബർ 11, ബി ജാനുവരി 26, സി നവംബർ 10, ഡി ഡിസംബർ 10. എപ്പോഴാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1948 ഡിസംബർ 10-നാണ്. എന്നാൽ ഇത് ആചരിച്ചു തുടങ്ങിയത് 1950-നാണ്. നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് എന്ന് നവംബർ 11. ജാനുവരി 26 എല്ലാവർക്കും അറിയാം. ഇനി നവംബർ 10 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 1921 വാഗൺ ട്രാജഡി എപ്പോഴായിരുന്നു? നവംബർ 10-നായിരുന്നു. അതും കൂടെ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഉത്തരം ഡിസംബർ 10 ആണ് കേട്ടോ. ഇനി ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1930 ആണോ, 21 ആണോ, 24 ആണോ, 1942 ആണോ? എപ്പോഴാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്? 1930-ലാണ്. നമ്മൾ അവിടെ ഒരു കോഡ് പഠിച്ചു വെക്കാറുണ്ട്, ഉഗുനി എന്നല്ലേ. ഉപ്പു സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932. 30, 31, 32 ഉഗുനി എന്ന് പഠിച്ചു വെക്കുക. 1921 നമുക്കറിയാം, വാഗൺ ട്രാജഡി, മലബാർ കലാപം. അതുപോലെ വൈക്കം സത്യാഗ്രഹം 1924. അങ്ങനെയെങ്കിൽ 2024 ഇതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് കേട്ടോ. അത് 1942 എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം, അല്ലെ. താമ്രശിലായുഗം എന്താണ്? മനുഷ്യൻ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടും ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താമ്രശിലായുഗം എന്ന് പറയുന്നത്. താമ്രശിലായുഗം. ഈ ചെമ്പിനേക്കാൾ കാഠിന്യം കൂടുതലാണ് എന്തിന്? വെങ്കലത്തിന്. അപ്പൊ ചെമ്പും ടിന്നും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ചെമ്പ് ടിന്ന് ചേർന്നാണ് ഈ വെങ്കലം ഉണ്ടാകുന്നത്. അപ്പൊ ചെമ്പിനേക്കാൾ കാഠിന്യം കൂടുതലാണ് എന്തിന്? വെങ്കലത്തിന്. അതും ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നു. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്, ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഏറ്റവും വലിയ ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്. ഏതാണ് ഇവിടെ ഉത്തരം? ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ സി ഡി, ബി കൊടുത്തിട്ടുണ്ട് ബി ഡി ഇ, സി കൊടുത്തിട്ടുണ്ട് ബി സി ഡി, ഓപ്ഷൻ ഡി എ ബി സി. ഏതായിരിക്കും? എയും ബിയും സിയും ശരിയാണ്. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നു. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്, ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമാണോ? അല്ല, അത് വ്യാഴമാണ്. എന്നാൽ ചൂട് കൂടുതലുള്ള ഗ്രഹം, തിളക്കം കൂടുതലുള്ള ഗ്രഹം, അതൊക്കെ ഏതാണ്? നമ്മുടെ ശുക്രനാണ് കേട്ടോ, ശുക്രൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്.
അപ്പൊ ഇവിടെ ഉത്തരം എയും ബിയും സിയുമാണ് ശരി. ഇനി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പാലക്കാട്. എവിടെയാണ് നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്ന സൈലന്റ് വാലി? സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കേട്ടോ. മണ്ണാർക്കാട് ആണ് സൈലന്റ് വാലി കാണപ്പെടുന്നത് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സൈലന്റ് വാലി എന്നറിയപ്പെടാൻ കാരണം? ചീവീടുകളുടെ സാന്നിധ്യമില്ല. ചീവീടുകളുടെ സാന്നിധ്യമില്ല, സാന്നിധ്യം കുറവാണ്, ഇല്ല. ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവിടെ വെടിപ്ലാവുകളുണ്ട്. വെടിപ്ലാവുകൾ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്ലാവുകൾ, ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെച്ചേക്കുക. സിംഹവാലൻ കുരങ്ങ്. ഇനി രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഏതാണ്? ചെന്തുരുണിയാണ് കേട്ടോ. ചെന്തുരുണിയാണ് രണ്ടാം സൈലന്റ് വാലി എന്ന് അറിയപ്പെടുന്നത്. തുമ്പികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് ചെന്തുരുണിയിലാണ്. രണ്ടാം സ്ഥാനം സൈലന്റ് വാലിക്കാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിക്കും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പമ്പ, പെരിയാർ, കബനി, കാവേരി. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതോടനുബന്ധിച്ച് നദികളുമായി ബന്ധപ്പെട്ട് വേറെയും ചോദ്യം ചോദിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെരിയാറാണ്. കബനിയെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് അല്ലെ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ് എന്നും നമുക്കറിയാം. ഇനി നദികൾ പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഭഗത് സിംഗ്, മംഗൾ പാണ്ഡെ, ചന്ദ്രശേഖർ ആസാദ്, വൈക്കം ഖാദർ. വൈക്കം അബ്ദുൽ ഖാദറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് കേട്ടോ. ശിപായികൾക്കെതിരെ 1857 ശിപായികൾക്കെതിരെ ആദ്യ പ്രക്ഷോഭം സംഘടിപ്പിച്ച വ്യക്തിയാണ് ആര്? മംഗൾ പാണ്ഡെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് മാർച്ച് 23 കേട്ടോ. മാർച്ച് 23. അന്ന് എവിടെ അവധിയാണ്? പഞ്ചാബിൽ പൊതു അവധിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് പഠിക്കാനുണ്ട്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, അപരീന്ദ്രനാഥ സത്യജിത് റേ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആകാശവാണിക്ക് ആ പേര് നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹമാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണെന്ന് പറഞ്ഞത്. സന്യാസി കലാപത്തെ ആസ്പദമാക്കി ആനന്ദമഠം നോവൽ രചിച്ച വ്യക്തിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സത്യജിത് റേയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ആനുകാലികമാണ് 2023 ജൂലൈയില് ചിത്രകഥയുടെ രൂപത്തിൽ ചെറുകഥ, അദ്ദേഹത്തിന്റെ ചെറുകഥ ഖഗം വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, അതിന്റെ പേരൊന്ന് ഓർത്തിരിക്കണം. ഖഗം കേട്ടോ. പ്രസിദ്ധീകരിച്ചതാണ്, ചെറുകഥയാണ്. ചിത്രകഥയുടെ രൂപത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഖഗമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പള്ളികൾ, വിഹാരങ്ങൾ, പാഠശാലകൾ, പള്ളിക്കൂടങ്ങൾ. ഈ ചോദ്യം ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. വിഹാരങ്ങൾ. അപ്പോൾ നമ്മുടെ LGS കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്. വളരെ വ്യക്തമായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയും വൈകിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിക്കുക, ജോലി നേടുക തന്നെ വേണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാ? ഓപ്ഷൻ എ രാജ്യ സമാചാരം, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സ്വദേശാഭിമാനി, ഓപ്ഷൻ ഡി കൗമുദി. ഏതാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ചത്? തീവ്രവാദികളിൽ പെട്ട ആളാണ് അല്ലെ. ലാൽ, ബാൽ, പാൽ. അതില് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്?
കേസരിയാണ്. രാജ്യസമാചാരവും പശ്ചിമോദയവും ഒക്കെ ആദ്യത്തെ പത്രങ്ങളാണ്. സ്വദേശാഭിമാനി ആരുടേതാണ്? സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിന്റെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേട്ടോ, അത് തെറ്റിക്കരുതേ, മാറിപ്പോരുത്. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. എപ്പോഴും പദ്ധതികൾ എല്ലാം പഠിച്ചിരിക്കണം, ഒരു ചോദ്യം ഉറപ്പാണ്. സ്വന്തമായി വരുമാനം ഇല്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. മൂന്നാമത്തത്, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. 4, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. എന്താണ്? 1 ഉം 4 ആണോ? 2 ഉം 3 ആണോ? 3 ഉം 4 ആണോ? 1 ഉം 2 ആണോ? ഇവിടെ എന്താണ് ശരി? നോക്കൂ, ഇവിടെ ശരിയായിട്ട് വരുന്നത് 1 ഉം 2 ആണ്. സ്വന്തമായി വരുമാനം ഇല്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാമവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അന്നപൂർണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യ വയോധിക എന്നറിയപ്പെടുന്ന ആരായിരിക്കും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്? അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതാണ് സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്യാപ്റ്റൻ ലക്ഷ്മി എന്താണ്? ഝാൻസി റാണി റെജിമെന്റിന് നയിച്ച മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. ഓപ്ഷൻ എ സാജൻ പ്രകാശ്, ഓപ്ഷൻ ബി സെബാസ്റ്റ്യൻ സേവിയർ, ഓപ്ഷൻ സി അഭിലാഷ് ടോമി, ഓപ്ഷൻ ഡി മൈക്കൽ ഫിലിപ്പ്. ആരാണ് 2013 ലോകം ചുറ്റി സഞ്ചരിച്ചത്? അഭിലാഷ് ടോമിയാണ്. ഇനി സാജൻ പ്രകാശ് ആരാണ്? നീന്തൽ താരമാണ് അല്ലെ. 37ാമത് ദേശീയ ഗെയിംസിൽ പതാക ഏന്തിയതാണ് സാജൻ പ്രകാശ്. അദ്ദേഹം തന്നെ 100 മീറ്റർ ബട്ടർഫ്ലൈസില് നീന്തലില് റെക്കോർഡോടെ സ്വർണം നേടിയ വ്യക്തിയാണ്. അതുപോലെ സെബാസ്റ്റ്യൻ സേവിയർ ആരാണ്? ഒളിമ്പിക്സിലെ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. 1-2 പോയിന്റുകൾ കൊണ്ടൊന്നും ഈ ഭാഗം ഒതുക്കാൻ നമുക്ക് സാധിക്കില്ല. നവോത്ഥാനം വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ കുറച്ച് പോയിന്റ്സ് ഒന്നും പറഞ്ഞാൽ പറ്റില്ല. അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം പൊന്മുടി, നീലഗിരി, ആനമുടി, ബാണാസുര. ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? അത് ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് ആനമുടി. ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഡെക്കാണാണ്. അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരിയിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 2023 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ മൗണ്ടൻ സൈക്ലിങ്ങിന്റെ വേദി ഏതെന്ന് നമ്മളോട് ചോദിക്കാം. എവിടെയാണ്? പൊന്മുടിയാണ്. ആനുകാലികമാണ്, മറക്കരുത്. ബാണാസുര സാഗർ അണക്കെട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് BR അംബേദ്കർ, രാജഗോപാലാചാരി, ബാലഗംഗാധര തിലക്, ഗാന്ധിജി. ആരാണ്? BR അംബേദ്കർ ആണ്. നമ്മുടെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്? അർണോസ് പാതിരി, പൊയ്കയിൽ കുമാരഗുരുദേവൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ?
ആരാണ്? PDRS. ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനൊന്നും സാധിക്കത്തില്ല. കേളപ്പനെയൊക്കെ നമുക്കറിയാം. കേരള ഗാന്ധി, കേളപ്പൻ അല്ലെ, മന്നത്ത് പത്മനാഭൻ, കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആരാണ്? PT ഉഷ, ഷൈനി വിൽസൺ, ഷഫലി, മിന്നു മണി. ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി? ആരാണ്? അത് മിന്നുമണിയാണ് അല്ലെ. ഒളിമ്പിക്സിലെ ടീമിനെ നയിച്ച വ്യക്തിയാണ് ഷൈനി വിൽസൺ. എന്നാൽ PT ഉഷ ഒളിമ്പിക്സിലെ ഫൈനലിൽ, അത്ലറ്റിക് വിഭാഗത്തിലെ ഫൈനലിൽ എത്തിയ വ്യക്തിയാണ് PT ഉഷ അല്ലെ, രാജ്യസഭാ അംഗമായത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാ? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. 2, ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. 3, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. 4, സബ്സിഡി കുറയ്ക്കുക. ഏതാണ്? ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഓപ്ഷൻ എ 1, 3, 4 ശരി, B 2, 3, 4 ശരി, C 1, 2, 3 ശരിയാണ്, D 1, 2, 4 ശരിയാണ്. ഇവിടെ ഉത്തരം എന്താണ് വരിക? 1, 2, 3 ശരി. ഇതും ശരിയാണ്. എന്താണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു പാർട്ടിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3 ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടില്ലേ? കിട്ടും. നോക്കൂ, അടുത്ത ചോദ്യം. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. നവോത്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ എത്ര ചോദ്യമാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഈ നവോത്ഥാന നായകരെ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണം കിട്ടിയ അയ്യങ്കാളിയാണ് അല്ലെ. ഡോക്ടർ പൽപ്പു അല്ലെ, ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അബ്ദുൾ ഖാദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കുമാരഗുരുദേവനെ കുറിച്ചും നേരത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇത്രയൊന്നുമല്ല, ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ പഠിക്കുമ്പോൾ ആനുകാലികങ്ങളും അതോടനുബന്ധിച്ച് ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരുപാട് പോയിന്റുകളെ കിട്ടും. അപ്പോൾ മറക്കണ്ട, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക്